Goodwill പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എഗ് ബുർജി. എഗ് ബുർജി നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചയ്ക്ക് ലഞ്ചിനും നൈറ്റ് ഡിന്നറിനും ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് എഗ് ബുർജി. അത് പല രീതിയിൽ പല ഭാവത്തിൽ നമുക്ക് കഴിച്ചു നോക്കാം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എന്നാൽ നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ? എഗ് ബുർജി തയ്യാറാക്കാനായി നമ്മളൊരു 6 മുട്ട നല്ല പൊട്ടിച്ച് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 സവോള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മസാലയായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി, കുരുമുളക് പൊടി. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? ആദ്യമായിട്ട് നമ്മൾ പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നു. എണ്ണയിൽ നിന്ന് ചൂടായി വരുമ്പോൾ നല്ല ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള 2 ഇട്ട് കൊടുക്കുന്നു. അതുപോലെ 2 പച്ചമുളക് ചോപ്പ് ചെയ്തും ഇട്ട് കൊടുക്കുന്നു. നമുക്കിനി ഇതിന് ഉപ്പിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഉള്ളിയൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യം വരികയില്ല. ഇനി ഇതിലേക്ക് മുട്ട നല്ല ബീറ്റ് ചെയ്ത് ഒരു 6 മുട്ട ഒഴിച്ചങ്ങ് കൊടുക്കുക. നമ്മൾ ഒഴിച്ച ഉടനെ ഇളക്കി കഴിഞ്ഞാൽ ചെറിയ കഷ്ണമായി പോവും. ഒരു 30 സെക്കൻഡ് കഴിഞ്ഞ് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല പരുവത്തിന് എഗ് ബുർജി കിട്ടും. ഇനി ഒന്ന് നടുക്ക് ഇളക്കി വിടാം. ഉച്ചയ്ക്കൊക്കെ പെട്ടെന്ന് ചോറിനൊരു കറിയില്ലെങ്കിൽ എഗ് ബുർജി ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോറിൻ്റെ നല്ല ഏത് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷാണ് എഗ് ബുർജി. ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇരണ്ടി ഇട്ട് കഴിഞ്ഞാൽ മുട്ടത്തോരനായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറായിരിക്കും. വൈകിട്ട് ചപ്പാത്തിയുടെ കൂടെ എഗ് ബുർജി നല്ല ഒരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ രാവിലെ ഒരു 2 ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് അതിൻ്റെ നടുക്കോട്ട് എഗ് ബുർജിയും വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഒരു സാൻഡ്വിച്ചായിട്ട് നമുക്ക് കഴിക്കാം. എഗ് ബുർജി നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന ആൾക്ക് വെറുതെ എഗ് ബുർജി അല്ല കൊടുക്കുന്നത്, ഒരു എഗ് ബുർജി സാൻഡ്വിച്ച് ആക്കിയാണ് ഇന്ന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അന്നേരം ഇതിൻ്റെ ലെവലും മാറും, ടേസ്റ്റും മാറും. നമുക്ക് അങ്ങനെ ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം. എഗ് ബുർജി റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഓഫ് ആക്കുവാണ്. നമുക്ക് ബ്രെഡൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി. ഒരു 1 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ബ്രെഡൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ടോസ്റ്റായി വരും. നമ്മൾ ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത്. ബ്രെഡ് നല്ല ടോസ്റ്റായി വന്നിട്ടുണ്ട്. നമ്മളിതിൽ ഇച്ചിരി മയോണൈസ് വെച്ച് ആ എഗ് ബുർജി ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഒരു സാൻഡ്വിച്ചാക്കി റെഡിയാക്കി എടുക്കാം. നമുക്ക് ബ്രെഡ് എടുത്ത് മയോണൈസ് വെച്ച് റെഡിയാക്കി എടുക്കാം. ഇത് എഗ്ലെസ് മയോണൈസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എഗ്ലെസ് മയോണൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ എഗ് ബുർജി ബ്രെഡിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം, സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. രാവിലെ എളുപ്പത്തിൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് ഞൊടിയടിയെ റെഡിയാക്കി എടുക്കാൻ സാധിക്കും. ആരോഗ്യത്തിനും നല്ലതാണ്. മുട്ട ഒരു 2 മുട്ട ഒരു ദിവസം കഴിക്കുന്ന ആരോഗ്യത്തിനും നല്ലതാണ്. നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ടോസ്റ്റ് ചെയ്യുന്ന ബ്രെഡ് സൈഡ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സാൻഡ്വിച്ച് തയ്യാറാക്കുമ്പോൾ ഇത് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്താൽ മാത്രം മതി. ഇനി ഇതെങ്ങനെയുണ്ടെന്ന് സാൻഡ്വിച്ച് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഒരു സുഹൃത്തിനെ നമുക്ക് ക്ഷണിക്കാം. ഇത് മുട്ട ചിക്കി തന്നെ. നമ്മൾ ഇച്ചിരി തക്കാളിയിലൊക്കെ ഇട്ടെന്നേ ഉള്ളൂ. ഞാൻ സാൻഡ്വിച്ച് ഒന്ന് കഴിച്ച് നോക്കി.
നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. സൂപ്പർ. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. അവർ നല്ല വയറ് നിറച്ച് കഴിച്ചോളും. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ്വിൽ പാചകം.